ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡൽഹിയിൽ ദ്വാരകയിലുള്ള ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഡൽഹിയിൽ വന്നതിൽ പിന്നെ നമ്മുടെ സ്ഥിരം ഒരു കലാപരിപാടിയാണ് ഈ മലയാളി ഫുഡ് സ്പോട്സ് തപ്പി നടക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്ന് തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു സ്ഥലം. അപ്പം ഇവിടെ റോയൽ ദർബാറിൻ്റെ മുകളിലായിട്ട് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രത്യേകം ഒരു മലയാളി ഹോട്ടലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഡൽഹിയിൽ വന്നതിൽ പിന്നെ ഞാൻ കണ്ടിട്ടുള്ള മലയാളി ഹോട്ടലുകളിൽ വെച്ച് ഇത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടും നല്ലൊരു ആംബിയൻസോടുകൂടിയും വച്ചിരിക്കുന്ന ഏക ഹോട്ടൽ, ഒരു പരിധിയിൽ പറഞ്ഞാൽ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ഹോട്ടൽ ഇതാണ് ഞാൻ കണ്ടത്. അപ്പം നമ്മളവിടെ കയറുമ്പോൾ തന്നെ ഈവൻ കുഞ്ഞുങ്ങളാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം അത്യാവശ്യം സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ഓടിക്കളിക്കാനും എല്ലാത്തിനും അവിടെ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിക്കാനിരുന്നപ്പോഴത്തേക്കിലും നമ്മൾ ഓർഡർ ചെയ്തത് കിഴി ബിരിയാണിയും പൊറോട്ടയും പോത്ത് കറിയുമാണേ. അപ്പം കുട്ടായി ഇതാ അവിടെ ഇരുന്നിട്ട് ബിരിയാണി പൊളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പൊതുവേ ഈ കിഴി ബിരിയാണി എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. ഞാൻ പൊതുവേ ഒരു ബിരിയാണി പേഴ്സൺ അല്ല, പക്ഷേ ഈ ബിരിയാണി തുറന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം കുഞ്ഞരിയായിരുന്നു. അപ്പം പൊതുവേ ഈ വലിയ ബിരിയാണി, ഈ വലിയ അരിയിട്ടുണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് കുഞ്ഞരിയെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാഫ് ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മോള് പീസ് ഷെയറിങ് ആയിരുന്നു, ഇത് അനുമമ്മിക്ക് ഇത് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ പീസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെതെടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുള്ള ചിക്കൻ പീസും അത്യാവശ്യം നല്ലതായിട്ട് എന്താ പറയുക വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള റൈസും ആയിരുന്നേ. അപ്പം നല്ലതായിട്ട് കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മസാലയുടെയും ആ ഒരു നല്ല ഫ്ലേവർ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പൊറോട്ടയിലാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. പൊറോട്ടയും പോത്ത് കറിയായിരുന്നേ. പൊറോട്ട അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ കേരള പൊറോട്ട പോലെ തന്നെയാണ് ഇരുന്നത്. കറിയാണെങ്കിലും അത്യാവശ്യം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നൊരു മൗത്ത് ഫ്രഷ്നർ ഒരു സാധനമുണ്ട്, അതുകൊണ്ട് മോള് തന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു സെൽഫിയൊക്കെ എടുത്ത് നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്